മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നിത്യജീവൻ ആത്മീയ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മൾ കർത്താവിൻ്റെ വചനം ശ്രവിച്ച് ആ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് യേശുമിശിഹാ വലിയ ആത്മീയ നിറവിലേക്കും ഉണർവിലേക്കും നയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്നും വചനം ശ്രവിക്കേണ്ടതിൻ്റെ ആവശ്യകത. കാരണം വചനം എന്നും നിത്യ നൂതനമാണ്. ഓരോ പ്രാവശ്യം വായിച്ച് ധ്യാനിക്കുമ്പോഴും ദൈവവചനം നമ്മളെ അത്രയധികം ചൈതന്യത്തിലേക്ക്, അഭിഷേകത്തിലേക്ക്, രക്ഷയിലേക്ക് നയിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് യേശുമിശിഹാ നമുക്ക് നൽകുന്ന ദൈവവചന ഭാഗം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനമാണ്. ആ വചനഭാഗം ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്ക് അറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇന്ന് കർത്താവ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം? അതിശക്തമായ വിധത്തിൽ നമ്മുടെ ജീവിതവുമായി ഇഴചേർന്ന് അലിഞ്ഞ് ചേർന്ന് നിൽക്കുന്ന വചനമാണ് ഇത്. പൗലോസ് ശ്ലീഹ സ്വന്തം ജീവിത അനുഭവത്തിലൂടെ പറഞ്ഞത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഇനിയുള്ളതാണ്, അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കും. അപ്പോൾ സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ, വേദനകൾ, രോഗങ്ങൾ, പരാജയങ്ങൾ, കടബാധ്യതകൾ, ദാരിദ്ര്യം, ഇല്ലായ്മ, ഇനി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആകട്ടെ സമ്പത്ത്, ആരോഗ്യം, വിജയം, സന്തോഷം, എല്ലാ കാര്യങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായി പരിണമിക്കുമെന്ന്. ഇന്ന് പലപ്പോഴും നമ്മളിൽ ഒത്തിരിയേറെ ആളുകൾ കാണുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഒരു രോഗം വരുമ്പോൾ എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടമായത്, എൻ്റെ ജീവിതം ആകെപ്പാടെ തകർന്നു പോയല്ലോ, ആരോഗ്യം പോയി, ഇനി ഒരു രക്ഷയില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടാൻ തുടങ്ങുന്നവർ. കടബാധ്യത ഉണ്ടാകുമ്പോഴത്തേനും ഇത് ഏതെങ്കിലും തരത്തിലുള്ള ദൈവത്തിൻ്റെ ശിക്ഷ തന്നെയാണ് ഇങ്ങനെയൊക്കെ കടബാധയിൽ മുങ്ങിത്താഴാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. എന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതൊക്കെ നന്മയ്ക്കായി പരിണമിക്കുമെന്ന്. നമ്മുടെ രോഗമായാലും സമ്പത്തായാലും ദാരിദ്ര്യമായാലും പരാജയമായാലും വിജയമായാലും എല്ലാം തന്നെ നന്മയ്ക്കായി പരിണമിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പൂർവ്വ യോസേപ്പിൻ്റെ ജീവിതം. അദ്ദേഹം എത്ര സന്തോഷത്തോടെ അപ്പൻ്റെ അടുത്ത് ജീവിച്ച ആളാണ്. എന്നിട്ടാണ് ഒരു അപ്രതീക്ഷിത നിമിഷത്തിൽ സഹോദരന്മാരെല്ലാവരും കൂടെ പിടിച്ച് ഈ ചെറിയ ജോസഫിനെ എടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടത്. ജോസഫ് അവിടെ കിടന്ന് ശപിച്ചില്ല. ജോസഫിന് എന്തിന് എന്നെ ഇങ്ങനെ ഇട്ടു എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയില്ലായിരുന്നുവെങ്കിലും ദൈവത്തെ ശപിച്ചില്ല എന്ന് മാത്രമല്ല, സഹോദരന്മാരെയും പഴിച്ചില്ല. അവരെന്നെ ഇട്ടു, കൊല്ലാനായിരിക്കും, എന്തായാലും ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല. അയാൾ കുറ്റപ്പെടുത്തിയില്ല. പിന്നെ അവിടുന്ന് ആ കിണറ്റിൽ നിന്ന് എടുത്ത് ഈജിപ്തിലേക്ക് പോയ കച്ചവടക്കാർക്ക് വിറ്റപ്പോഴും ജോസഫിൻ്റെ മനോഭാവത്തിൽ മാറ്റം വന്നില്ല. ആ സമയത്തും തൻ്റെ സുഹൃത്തുക്കളെ, ജോസഫിനെ പിന്നീട് ആ കിണറ്റിൽ നിന്നും എടുത്ത് സഹോദരന്മാർ ജോസഫിനെ ഈജിപ്തിലേക്ക് പോയ കച്ചവടക്കാർക്ക് വിറ്റപ്പോഴും ജോസഫിൻ്റെ മനോഭാവത്തിൽ മാറ്റം വന്നില്ല. ജോസഫ് തൻ്റെ സഹോദരന്മാരെ പ്രാഗിയില്ല, പഴിച്ചില്ല, പഴി പറഞ്ഞില്ല.
അദ്ദേഹം ശാന്തനായി നിലകൊണ്ടു. ഇനി ഈജിപ്തിലെത്തിയിട്ടോ ഒത്തിരിയേറെ പീഡകളിലൂടെ, അപവാദങ്ങളിലൂടെ, പരിഹാസങ്ങളിലൂടെ കടന്നുപോയി. അവസാനം 13 വർഷം ജയിൽവാസവും അനുഭവിച്ചു. കുറച്ചു കാലമല്ല, 13 കൊല്ലം. എന്നിട്ടും ജോസഫ് തൻ്റെ സഹോദരന്മാരെയോ ദൈവത്തെയോ പഴിച്ചില്ല, പ്രാഗിയില്ല, ഒരു പരാതിയും പറഞ്ഞില്ല. എല്ലാം ശാന്തമായി സഹിച്ചു. വചനം ഓർക്കുക, പൗലോസ് ലേഖ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ പൗലോസ് ലേഖ എന്തുകൊണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ വചനം പറഞ്ഞത്? ഈ പൂർവ്വ യോസേപ്പിൻ്റെ ജീവിതം, തൻ്റെ തന്നെ ജീവിത അനുഭവങ്ങൾ, ഇതൊക്കെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവത്തെ സ്നേഹിച്ചാൽ, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടാൽ ഒരു കാര്യവും മോശമായി തീരില്ല, എല്ലാം തന്നെ ജീവിതത്തിൽ അത് നന്മയ്ക്കായി തീരും. ഈ പൂർവ്വ യോസേപ്പിൻ്റെ ജീവിതം നന്മയ്ക്കായിട്ട് തീർന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ കയ്പനുഭവങ്ങൾ, ദുഃഖത്തിൻ്റെ, വേദനയുടെ, ഒറ്റപ്പെടലിൻ്റെ, കാരാഗ്രഹവാസത്തിൻ്റെ ആ കയ്പനുഭവങ്ങൾ എല്ലാം തന്നെ നന്മയ്ക്കായി തീർന്നു. ആ മനുഷ്യനിലൂടെ ഒരു ജനത, ഈജിപ്ഷ്യൻ ജനത മുഴുവൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പനും സഹോദരന്മാരും, അതായത് ഇസ്രായേൽക്കാരും രക്ഷ പ്രാപിച്ചു. ജോസഫിൻ്റെ ജീവിതത്തിലെ ആ ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ ജീവിതപാത. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന ഉണ്ടാകുമ്പോൾ, ഒരു രോഗം വരുമ്പം, കടബാധ്യത വരുമ്പോൾ, ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ അങ്ങേയറ്റം അങ്ങ് നിരാശപ്പെടുന്നത്? ജോസഫിൻ്റെ മനോഭാവം വചനത്തിലൂടെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രോഗങ്ങൾ നന്മയ്ക്കായി പരിണമിക്കും, തകർച്ചകൾ നന്മയ്ക്കായി പരിണമിക്കും, ഇല്ലായ്മകൾ നന്മയ്ക്കായി പരിണമിക്കും, ഒരു പരാജയം അതും നന്മയ്ക്കായി പരിണമിക്കും. എന്തു തന്നെയായാലും അപ്പം നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, ഇങ്ങനെയുള്ള നമ്മൾ ആഗ്രഹിക്കുകയോ നമ്മൾ പ്രതീക്ഷിക്കുകയോ ചെയ്യാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവമാണ് ഈ വചനത്തിലൂടെ കൃത്യമായും വെളിപ്പെടുത്തി തരുന്നത്. എല്ലാ കാര്യങ്ങളും ദൈവത്തെ സ്നേഹിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായി തീരുമെന്ന് കർത്താവ് അങ്ങനെ രൂപപ്പെടുത്തി തരുമെന്ന് വിശ്വസിക്കണം. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നീട് ആ ഈജിപ്തിലേക്ക് തൻ്റെ സഹോദരന്മാർ അല്പം ഭക്ഷണത്തിനും നെല്ലിനും അരിക്കും ഒക്കെ വേണ്ടി ചെന്നപ്പോൾ ജോസഫ് തിരിച്ചറിഞ്ഞു തൻ്റെ സഹോദരന്മാരെ. ജോസഫ് എന്നാ ചെയ്തേ? ഇത്രയും ക്രൂരമായി പെരുമാറിയ നിങ്ങളെ ഞാൻ കാരാഗ്രഹത്തിലടയ്ക്കും, നിങ്ങൾ കാരണമാണ് ഞാൻ 13 കൊല്ലം ഒരു വിദേശ രാജ്യത്ത് അടിമയായിട്ട് കാരാഗ്രഹവാസി ആയി തീർന്നത് എന്നും പറഞ്ഞ് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ജോസഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞപ്പോൾ മറ്റൊരു മുറിയിലേക്ക് പോയി വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു. എന്തിനാ? കുറേ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരന്മാരെ കണ്ടുകിട്ടിയതിലുള്ള സന്തോഷം. ഒന്ന്. രണ്ടാമതായിട്ട്, ഞാൻ കടന്നുപോയ ആ വീഴ്ചയുടെ, തകർച്ചയുടെ, സഹനത്തിൻ്റെ വഴികളിലൂടെയൊക്കെ കർത്താവ് തന്നെ നടത്തിയ അത്ഭുതകരമായ പരിരക്ഷണം, കർത്താവിന് തന്നെക്കുറിച്ചുള്ള പദ്ധതി എത്രയോ ബൃഹത്തായിരുന്നുവെന്ന് ഒരു വേള തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം സഹിക്കവയ്യാതെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പം ഇപ്പോഴും നമ്മളും അങ്ങനെ തന്നെ പ്രിയപ്പെട്ടവരെ, അങ്ങ് അറിയാതെ കരഞ്ഞു പോകും. ജോസഫ് കരഞ്ഞു. ഇങ്ങനെ പല കാരണങ്ങളാൽ, അല്ല സഹോദരന്മാരെ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമല്ല, ദൈവമേ അങ്ങ് എത്രയോ വലിയവനാണ്, ഞാൻ അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ വലിയ സഹനത്തിൻ്റെ, തകർച്ചയുടെ, വേദനയുടെ എല്ലാ അനുഭവങ്ങളും അങ്ങയുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും അതുകൊണ്ടാണല്ലോ ഇന്ന് അങ്ങ് ഇതുപോലെ ലോക ജനതയെ മുഴുവൻ, ഈജിപ്ഷ്യൻ ജനത,
ഇസ്രായേൽക്കാരെ മുഴുവൻ രക്ഷിക്കാനായിട്ട് എന്നെ ഒരുക്കിയെടുക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ജോസഫിന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഓർത്ത് നിലവിളിച്ച് കരഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ജീവിതത്തിലൊരു വേദന വരുമ്പോൾ, അപ്രതീക്ഷിതമായൊരു തകർച്ചയുണ്ടാകുമ്പോൾ, ഒരു പരാജയം നേരിടേണ്ടി വരുമ്പോൾ, ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, എല്ലാവരും തഴയുമ്പോൾ വിചാരിച്ചോ, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഇതിൻ്റെ ഒക്കെ പുറകിൽ. ഇതിൻ്റെ ഒക്കെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പലപ്പോഴും കർത്താവ് നമ്മളെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നത് ചെറിയ ചെറിയ ശത്രുക്കൾ എന്ന് കരുതുന്ന ആൾക്കാരെ തന്നുകൊണ്ടാണ്. ഇല്ലെങ്കിലോ നമ്മൾ അലസന്മാരും മടിയന്മാരും ആയിത്തീരും, ഉന്മേഷമില്ലാതെ ചൈതന്യമില്ലാതെ ജീവിക്കും. അതിനു പകരം പുറകിൽ നിന്നും പുഷ് ചെയ്യുന്നത് പോലെ ഏതാനും ചില ശത്രുക്കളെ, ആ വാക്ക് അങ്ങനെ ഇൻവെർട്ടഡ് കോമയിലാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ, ശത്രുക്കൾ എന്ന്. നമ്മൾ വിചാരിക്കും അവരൊക്കെ ശത്രുക്കളാണെന്ന്. യഥാർത്ഥത്തിൽ അവരാണ് നമ്മളെ സഹായിക്കുന്ന സുഹൃത്തുക്കൾ. അങ്ങനെ നമ്മളെ ഉപദ്രവിക്കുന്നവരെ, വേദനിക്കുന്നവർ ഓർക്കും, ഓ അവന് അവൾക്ക് നല്ലത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി പോകില്ല, ഇനി അതിൻ്റെ ജീവിതം തീർന്നുവെന്ന്. അവരാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്. നമ്മളെ ഉപദ്രവിക്കുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർ, നമ്മളെ തകർക്കാൻ നോക്കുന്നവർ, അവരിലൂടെയാണ് കർത്താവ് തൻ്റെ പദ്ധതി പൂർത്തിയാക്കി തരുന്നത് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച്. ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ മോശയുടെ ജീവിതത്തിൽ കാണുന്നത്. മോശ 40 വർഷം മരുഭൂമിയിൽ ആടിനെ മേய்ച്ച് നടന്നപ്പോൾ മോശയ്ക്ക് വല്ല പ്രതീക്ഷയോ പ്രത്യാശയോ ഉണ്ടായിരുന്നോ? മോശ അങ്ങേയറ്റം നിരാശപ്പെട്ട ഒരു ആട് ജീവിതമാണ് നയിച്ചത്. കാരണം ഒരു ഈജിപ്ഷ്യൻകാരനെ കൊന്നതിൻ്റെ പേരിൽ ഇനി പുറത്തിറങ്ങിയാൽ, തന്നെ കണ്ടുമുട്ടിയാൽ മറ്റുള്ളവർ കൊന്നുകളയുമെന്ന് പേടിച്ചാണ് മരുഭൂമിയിൽ പോയി ആടിനെ ജീവിച്ചത്, ആടിനെ മേയിച്ച് ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ മരുഭൂമി അനുഭവം, ആ ആട് ജീവിതം മോശയ്ക്ക് നൽകിയ അനുഭവം കുറച്ചെങ്ങാനുമാണോ? ഒരു വലിയ ജനതയെ നയിക്കാനുള്ള ശേഷിയും ശക്തിയും അതിനുള്ള മരക്കരുത്തും ആത്മശക്തിയും ശാരീരിക ശക്തിയും ഒക്കെ ആർജിച്ചെടുത്തുകൊണ്ടിരുന്ന 40 വർഷമാണ് ഈ മോശയുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങൾ. ഏത് കാലാവസ്ഥയോടും മല്ലിട്ട് ജയിക്കാനുള്ള ശരീരത്തിൻ്റെ കരുത്ത്, ഏത് സാഹചര്യത്തിലും നടന്നും എത്ര കാലം നടന്നും ഒരു മടുപ്പുമില്ലാതെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള ജീവിത അനുഭവം ഈ മനുഷ്യന് മരുഭൂമിയിൽ വെച്ച് കിട്ടി. അതുകൊണ്ടാണ് പിന്നീട് ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് വലിയ ഒരു ജനസമൂഹത്തെ, ഇസ്രായേൽ ജനതയെ മുഴുവൻ നയിക്കാനുള്ള ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബലവും കരുത്തും ഈ മോശയ്ക്ക് കിട്ടിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ 40 വർഷം ഫറവോയുടെ കൊട്ടാരത്തിൽ എല്ലാ സന്തോഷവും എല്ലാ ആനന്ദവും എല്ലാ തരത്തിലുള്ള സുഖശീതളമയിൽ ജീവിച്ചിരുന്ന മോശ പെട്ടെന്നൊരു വേള ഈ മരുഭൂമിയിലേക്ക് ഓടിപ്പോയപ്പോൾ ആ മനുഷ്യൻ നിരാശപ്പെട്ടും ദുഃഖിച്ചും അങ്ങേയറ്റം ഡിപ്രഷനിലും ആയിപ്പോയിരുന്നെങ്കിലോ? അതാണ് ഇത്. ദൈവം മനഃപൂർവം മോശയെ ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്നും അവിടുത്തെ സുഖ സൗകര്യങ്ങളിൽ നിന്നും ആട്ടി ഓടിപ്പിച്ചതാണ്, മരുഭൂമിയിലേക്ക് ഓടിപ്പിച്ചു വിട്ടതാണ്. അല്ലെങ്കിൽ മോശ ഓടില്ലായിരുന്നു, അവിടെ തന്നെ ജീവിക്കുകയുള്ളായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ഓടാൻ വേണ്ടിയിട്ട്, ആ സൗകര്യങ്ങളിൽ നിന്നും സുഖങ്ങളിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടിയിട്ട് മോശയെ കൊണ്ട് പ്രിയപ്പെട്ടവരെ പലതും ദൈവം ചെയ്യിപ്പിച്ചു. അതാണ് വചനം പറയുന്നത്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം തന്നെ നന്മയ്ക്കായിട്ട് തീരുമെന്ന്. ആ ഒരു കൊലപാതകം പോലും, മോശ ഒരു മനുഷ്യനെ, ഒരു ഈജിപ്ഷ്യനെ കൊന്നു, ആ കൊലപാതകം പോലും മോശയുടെ ജീവിതത്തിൽ നന്മയ്ക്കായി രൂപപ്പെട്ടില്ലേ? എന്നാൽ കൊലപാതകം നല്ല കാര്യമാണോ? ആർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ?
അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എത്ര മോശമായ കാര്യമെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലും ദൈവത്തിന് അത് നന്മയ്ക്കായി രൂപപ്പെടുത്താൻ പറ്റുമെന്ന്. അതാണ് അതിൻ്റെ ആത്മീയ മർമ്മം. എത്ര മോശമായ കാര്യമാകട്ടെ, അതുപോലും ദൈവത്താൽ വിളിക്കപ്പെടുന്നവർക്കും അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ഏറ്റവും മോശമായ കാര്യം പോലും ദൈവം അത് നന്മയ്ക്കായിട്ട് രൂപപ്പെടുത്തി തരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വേദനയോ ഒരു സഹനമോ ഒരു തകർച്ചയോ പരാജയമോ ഉണ്ടാകുമ്പോൾ എല്ലാം തീർന്നു, ഇനി ജീവനില്ല, ഇനി ജീവിതമില്ല എന്നൊന്നും ചിന്തിക്കരുത്. അതുപോലും അങ്ങനെയുള്ള അനുഭവങ്ങളെപ്പോലും കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി രൂപപ്പെടുത്തി തരാനായിട്ട് സാധിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും വിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുന്നത്. പത്രോസ്ലീഹ കർത്താവ് യേശു മിശിഹായെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞില്ലേ? നല്ല കാര്യമാണോ അത്? ഒട്ടും നല്ല കാര്യമല്ല. 3 പ്രാവശ്യമാണ് തൻ്റെ ഗുരുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞാൽ. എന്നിട്ടും അതുപോലും, അങ്ങനെ ആ തള്ളിപ്പറച്ചിലിനെ പോലും പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നത് എങ്ങനെയാണ് അനുഗ്രഹമായി തീർന്നത്? അതായത് ദൈവത്തെ, കർത്താവ് യേശു മിശിഹായെ പത്രോസ് അത്രയധികം സ്നേഹിച്ചു. ഇനി പത്രോസിനെ കർത്താവ് വിളിച്ചത് ഒരു പ്രത്യേക പദ്ധതിയോടുകൂടിയും ആയിരുന്നു. ഈ 2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ആ തള്ളിപ്പറയൽ പോലും നന്മയ്ക്കായി പരിണമിച്ചു. എങ്ങനെയാണ്? പത്രോസിന് മനസ്സിലായി താൻ തീർത്തും ദുർബലനായ ഒരു മനുഷ്യനാണ്. കുറേ വീരവാദങ്ങളൊക്കെ പത്രോസ് പറഞ്ഞിരുന്നു. ആര് വിട്ടുപോയാലും ഞാൻ പോവില്ല, മരിക്കാൻ തയ്യാറാണ്, ഒരു വാളും കരുതി ധീരതയുടെ പര്യായമാണ് എന്നൊക്കെ അഹങ്കരിച്ചിരുന്നു. പത്രോസിന് മനസ്സിലായി ആ ഒരു തള്ളിപ്പറച്ചിലോടുകൂടി താൻ എന്തുമാത്രം ദുർബലനായ മനുഷ്യനാണ് എന്ന്, എത്രമാത്രം ദൗർബല്യങ്ങളുള്ള ആളാണ് ഞാനെന്ന്. ദേഷ്യവും അരിശവും എടുത്തുചാട്ട സ്വഭാവവും അതുപോലെ തന്നെ മനസ്സിന് ബലമില്ലായ്മയും ഒരു പ്രശ്നം വരുമ്പോഴത്തേനും അതിൽ നിന്നും ഓടി ഒളിക്കാനുള്ള ഒരു തോന്നലും, ഇങ്ങനെയൊക്കെ ദൗർബല്യങ്ങളുടെ ഒരു കൂടാരമാണ് താനെന്ന് വെളിപ്പെട്ട നിമിഷമായിരുന്നു ആ തള്ളിപ്പറച്ചിലുകൾ. അതുകൊണ്ടാണ് പത്രോസ്ലീഹായ്ക്ക് തൻ്റെ ജീവിതത്തെ മാറ്റി എടുക്കാനായിട്ട് സാധിച്ചത്. ഒരു സ്വയാവബോധം ഉണ്ടായപ്പോൾ താൻ ആരാണ് എന്ന്, താൻ എന്തുമാത്രം കഴിവുള്ള അല്ലെങ്കിൽ താൻ എത്രമാത്രം ദുർബലനായ മനുഷ്യനാണ് എന്ന് അവിടെ വെച്ച് പത്രോസിന് മനസ്സിലായി. കർത്താവ് അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂവിയതും ഈശോ ഉടനെ പത്രോസിനെ തിരിഞ്ഞു നോക്കിയതും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ പത്രോസിന് ആ വലിയ അനുഭവം, ആ സംഭവം തൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു രൂപപ്പെടലിനും ഒരു രൂപാന്തരീകരണത്തിനും ഒക്കെ കാരണമായി തീർന്നു. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് പത്രോസ് പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞുവെന്ന്. എന്തിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാ? 1, തൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞതിനെ ഓർത്ത്. 2, താൻ എന്തുമാത്രം ദുർബലനാണ് എന്നോർത്ത്. 3, താൻ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ എന്തായിത്തീരുമെന്നോർത്ത്. ഇങ്ങനെ പല കാരണങ്ങളാൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ദുഃഖാനുഭവങ്ങൾ, സഹനാനുഭവങ്ങൾ, വേദനകൾ, തകർച്ചകൾ, ഇതെല്ലാം തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഏത് ജീവിതാനുഭവമാകട്ടെ അതങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം തന്നെ നന്മയ്ക്കായി പരിണമിക്കും. കർത്താവ് യേശു മിശിഹാ തൻ്റെ ഓരോ ശിഷ്യന്മാരെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ഓരോ അനുഭവങ്ങളിലൂടെയും വളർത്തിക്കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സ്നാപയോഹന്നാൻ ഇതുപോലെ തന്നെയല്ലായിരുന്നു. മരുഭൂമിയിൽ വളർന്നു, മരുഭൂമിയിൽ ജീവിച്ചു, മരുഭൂമിയിൽ പരിശീലനം നേടി. അതോടെ ശരീരവും ആത്മാവും കരുത്തുള്ളതായി തീർന്നു. മരുഭൂമി അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ തീഷ്ണതയുള്ള കാരിരുമ്പിനേക്കാൾ ബലമുള്ളവനായി തീർന്നു ഒരു സ്നാപയോഹന്നാൻ. പൗലോസ്ലീഹായാകട്ടെ സൗലായിരുന്നപ്പോൾ നിയമം പഠിച്ചു, അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും പഠിച്ച്
അഗ്രഗണനായി തീർന്നു. അത് സാവൂളിന് ഉപകാരമായി തീർന്നില്ലേ? എങ്ങനെ ഉപകാരമായി തീർന്നത്? വിശുദ്ധ സുവിശേഷത്തിലെ പകുതിയിലേറെ ഭാഗം എഴുതാനുള്ള മഹാഭാഗ്യം സാവൂൾ എന്ന പൗലോസിന് ലഭിച്ചത് ആ പഠനത്തിൻ്റെ ഒക്കെ കൂർമ്മതയും തീഷ്ണതയും കൊണ്ടാണ്. എന്നിട്ട് പൗലോസ്ലീഹ ഓരോ വചനങ്ങൾ എഴുതിയപ്പോൾ പ്രിയപ്പെട്ടവരെ അതൊക്കെ ചെന്ന് പതിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കായി തീർന്നു. അപ്പോൾ ഓർക്കണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പരിണമിപ്പിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ ഇങ്ങനെ കയ്യാമം വയ്ക്കപ്പെട്ട് അവിടെ കിടന്നപ്പോൾ, അവിടെ ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ ആരെങ്കിലും ചിന്തിക്കുമോ, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്നത് ഇത് നല്ല കാര്യമാണ് എന്ന്? പക്ഷേ പൗലോസിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു, ഇതിലൂടെ നന്മയുണ്ടാകുമെന്ന്. നന്മയുണ്ടായില്ലേ? നന്മയുണ്ടായി. അവിടെ അത്യത്ഭുതങ്ങളല്ലേ സംഭവിച്ചത്? കാരാഗ്രഹവാതിലുകൾ ഒന്നൊന്നൊന്നായി അങ്ങ് തുറക്കപ്പെട്ടു. ദൈവം പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്നില്ലേ? അവരെ രക്ഷിച്ചു. അതോടെ ആ കാരാഗ്രഹ അധികാരികളും അവിടെ കാവൽക്കാരും ഒക്കെ അത്യത്ഭുതത്തോടെ കർത്താവിനെ അനുഭവിക്കാൻ, തിരിച്ചറിയാൻ ഇടയായില്ലേ? പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴുള്ള പൗലോസിൻ്റെ സീലാസിൻ്റെ പെരുമാറ്റവും ദൈവത്തെ സ്തുതിക്കലും അവിടെയുള്ള കാരാഗ്രഹ അധികൃതരെയൊക്കെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കാരണമായി തീർന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. സകല കാര്യങ്ങളും നന്മയ്ക്കായി പരിണമിപ്പിക്കും. അതല്ലേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്? ദൈവദൂതൻ വന്ന് നീ പരിശുദ്ധാത്മാന ഗർഭിണിയാകുമെന്നും ഒരു കുഞ്ഞിനെ പ്രസവിക്കും, ആ കുഞ്ഞ് രക്ഷകനായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ആ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിയാമായിരുന്നിട്ടും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് സ്വീകരിച്ചു. കാരണം എന്താ? മറിയം ദൈവത്തെ അങ്ങേയറ്റം സ്നേഹിച്ചു. അതാണ് കാരണം. ഇനി അങ്ങേയറ്റം ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടോ? തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നുകൊണ്ട് മറിയത്തിൻ്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായ എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പരിണമിച്ചു. അതിൻ്റെ കൾമിനേഷൻ എന്താ? പരിശുദ്ധ കന്യാമാതാവ് സ്വർഗ ഭൂലോകങ്ങളുടെ രാജ്ഞിയായി ഉയർത്തപ്പെട്ടു. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവാനുഭവം. ഇതാണ് ദൈവാനുഭവത്തിലുള്ള ജീവിതം. ഈ വചനം അതുകൊണ്ട് ഒരിക്കൽ കൂടി അച്ഛൻ ആവർത്തിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെയോ വേദനയുടെയോ പരാജയത്തിൻ്റെയോ വിജയത്തിൻ്റെയോ വളർച്ചയുടെയോ തകർച്ചയുടെയോ ഏതനുഭവങ്ങളും എല്ലാം നന്മയ്ക്കായി കർത്താവ് രൂപപ്പെടുത്തി തരും. അതിനെന്താ ചെയ്യണ്ടേ? ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.